ഹായ് ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇതൊരു വർഷം മുമ്പ് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം ഇത് ഇടാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ ഇപ്പം ഇടുന്നത്. അപ്പം വീഡിയോ കുറച്ച് ക്ലാരിറ്റി കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണുക. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത്, ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് കേട്ടോ, ഈ വീഡിയോത്തെ ദിവസം. അപ്പം പോകുന്നത് ഇവിടെ തോൽപ്പെട്ടി, നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു കുഴിയുണ്ട് കേട്ടോ. ആ കുഴിയത്തെ വെള്ളം ഒരിക്കലും വറ്റൂല എന്നാണ് കേട്ടോ. ഒരുപാട് നാൾ മുന്നേ ഉള്ള ഒരു കുഴിയാണ് കേട്ടോ. അപ്പം ആ കുഴി ഒന്ന് കാണാൻ വേണ്ടി പോവുകയാണ്. അതുപോലെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടും ഒരുപാട് ആൾക്കാർ അവരെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഈ വെള്ളം യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളൊരു മഴക്കാലത്താണ് കേട്ടോ പോകുന്നത്. മഴ കുറഞ്ഞപ്പോൾ നമ്മൾ വേഗം പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കൂടെ മക്കളും ഉണ്ട്, നൗഷുക്കയുണ്ട്, പിന്നെ നമ്മുടെ അടുത്ത വീട്ടത്തൊരു കുട്ടിയും ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പോവുകയാണ്. അപ്പം ഒരു വയൽ പോലത്തെ പ്രദേശമാണ് കേട്ടോ. ഇവിടെ ഒരു 2-3 ചിറകളൊക്കെ ഉണ്ട് കേട്ടോ. ചിറ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. അപ്പം അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ അവിടെ പോകുമ്പം അവിടെ എന്താ ചിറ വലുതാക്കുക, അങ്ങനെ എന്തൊരു പണിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം നമ്മളിതാ അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ, സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ എന്താ അവിടെ പണിയെടുക്കുന്നതെന്നൊന്ന് പോയി നോക്കാമെന്ന് കരുതിയിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. ഭയങ്കര ചെളിയായിരുന്നു കേട്ടോ, മണ്ണിങ്ങനെ കോരിയിട്ടിട്ട്. അപ്പം നമ്മളങ്ങനെ പോവുകയാണ്. അപ്പം ഞാനിതിൽ 2 വീഡിയോ ഉൾപ്പെടുത്തു കേട്ടോ. ഇതൊന്ന് തോൽപ്പെട്ടിത്തതും, അതുപോലെ ഒന്ന് എൻ്റെ വീട് ഇരുളാണ് കേട്ടോ, പുൽപ്പള്ളി എന്ന് പറയും. അവിടെ നമ്മുടെ നാട്ടിൽ ഒരു കുഴൽ കിണർ ഉണ്ട് കേട്ടോ. അപ്പം അതും ഇതേപോലെ ഒരിക്കലും വറ്റാത്ത വെള്ളമാണ് കേട്ടോ. അതിങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ ഒരു പൈപ്പ് ഇങ്ങനെ ഒരു കുഴിയിലോട്ട് ഇങ്ങനെ വെള്ളം പോയിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പം ഒരുപാട് ആൾക്കാർ പിന്നെ അവരെ കുളിക്കാൻ, അലക്കാൻ, അതുപോലെ വണ്ടി കഴുകാൻ, പിന്നെ അവരെ വളർത്തു മൃഗങ്ങളെ കഴുകാനൊക്കെ ആ വെള്ളം ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അപ്പം അതും ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഒന്ന് കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അവിടെ എത്തി. അപ്പോൾ എന്താ അവിടെ ചിറ അങ്ങനെ വലുതാക്കുക തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം ഒരു വർഷം മുന്നത്തെ ആയതുകൊണ്ട് അന്ന് ഞാൻ എന്താ പറഞ്ഞത് അതൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ എന്താ അവരെന്താ പറഞ്ഞതെന്ന്, സോറി ഗൈസ്, ഞാനെന്താ പറഞ്ഞതെന്നല്ല, അവരെന്താ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ അത് അവിടെ ഒരു വീടൊക്കെ ഉണ്ട്. പിന്നെ നല്ലൊരു പ്രകൃതി രമണീയമായ സ്ഥലമാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ അവിടെ നിൽക്കാനൊക്കെ. പക്ഷെ ഭയങ്കര ചെളിയാണ് കേട്ടോ. അവിടെ മണ്ണ് കോരിയിട്ടിട്ട് ഇപ്പോൾ പണിയെടുക്കുന്ന ഇടയിലാണല്ലോ നമ്മൾ വന്നത്. ഇവിടെ പണി നടക്കുന്നത് നമുക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ കുറച്ച് നേരം അതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. എന്താ കണ്ടില്ലേ, അതിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പം മക്കളൊക്കെ ഉണ്ട് കേട്ടോ. പാച്ചൊരു കുപ്പിയൊക്കെ എടുത്തിട്ടായിരുന്നു വന്നത്, ഇവിടെ മീൻ കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ മീനൊക്കെ കിട്ടും പറഞ്ഞ് കുപ്പിയൊക്കെ എടുത്തിട്ടാണ് കേട്ടോ വന്നത്. അപ്പം നമ്മളത് അവിടെ നിന്ന് കുറേ നേരം അത് നോക്കി നിന്ന് കേട്ടോ. പിന്നെ ലാസ്റ്റ് നമുക്ക് പോകാൻ നേരത്ത് കുറച്ചധികം നേരം നമ്മുടെ കുഴീൻ്റെ അവിടെ പോയി നിന്നിട്ട് കുറേ വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു ഗൈസ്. പക്ഷെ ചെറുതായിട്ടൊന്ന് പണി പാളിയിട്ടത് കണ്ടില്ലേ, വെള്ളമൊക്കെ അടിച്ചു വിടുന്നുണ്ട് കേട്ടോ. അപ്പം ചെറുതായിട്ടൊന്ന് പണി പാളി കേട്ടോ. കാരണം നമ്മൾ ആ കുഴീൻ്റെ അടുത്ത് എത്തി വീഡിയോ എടുത്തപ്പോൾ തന്നെ മഴ പെയ്യാൻ തുടങ്ങി. പിന്നെ ഒരു ഓട്ടമായിരുന്നു കേട്ടോ. നമ്മുടെ സാധാ ഫോണല്ലേ, അതെങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ എല്ലാം വെള്ളത്തിലാവുമല്ലോ പറഞ്ഞിട്ട് പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ നിന്നില്ല. പക്ഷെ ഞാൻ ആ കുഴിയൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനിയൊരു ദിവസം എന്തായാലും പോയിട്ട് അവിടുത്തെ കറക്റ്റ് വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇത് അന്ന് പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അവിടെ പണിയൊക്കെ നടക്കുന്നുണ്ട്. ഇതിൽ ഒരാളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ ആൾക്കാരുണ്ട് കേട്ടോ അവിടെ. അപ്പം അത് കുറേ നേരം നോക്കി നിന്നു കേട്ടോ. അപ്പം പാച്ചുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, മീൻ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ. പിന്നെ ഇവിടെ ഇതിൻ്റെ മുകളിലോട്ടൊക്കെ ചിറകളുണ്ട് കേട്ടോ പറയുന്നത്. അതിൽ മീനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് കേട്ടോ അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനും നൗഷുക്കയും കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിതാ കുഴി കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ലച്ചി ഓടിപ്പോയിട്ട് നേരെ പോയിട്ട് ഒരു ചെളിയിൽ പോയി കാലിട്ട് കേട്ടോ. പിന്നെ അവളെ വലിച്ചെടുക്കേണ്ടിയൊക്കെ വന്നു കേട്ടോ. അപ്പം എന്താ നേരെ ഓടിപ്പോയിട്ട് കണ്ടില്ലേ, നേരെ പോയിട്ട് ഒരു ചെളിയിൽ കാലിട്ടു. പിന്നെ ചെരുപ്പൊക്കെ അവിടെ കുടുങ്ങിപ്പോയി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെരുപ്പൊക്കെ വലിച്ചെടുത്തു. അപ്പോഴത്തേക്ക് നൗഷുക്ക കുഴീൻ്റെ അടുത്ത് എത്തി കേട്ടോ. പിന്നെ എന്തായാലും ഞങ്ങളും പോയിട്ടോ. ലച്ചുവിൻ്റെ കാലും ഒന്ന് അവിടെ നിന്ന് കഴുകണമായിരുന്നു. അങ്ങനെ നമ്മൾ ആ കുഴിയിലിട്ടിട്ട് കാല് കഴുകില്ല കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് കൂടെ ചെറുതായിട്ട് വെള്ളം പോകുന്നുണ്ട്. അപ്പം അവിടെ നിന്നാട്ടോ കാല് കഴുകുക. അപ്പോൾ ആ വെള്ളം കുറേ ആൾക്കാർ എടുക്കുന്ന വെള്ളമല്ലേ, അപ്പോൾ അവിടെ നിന്ന് കഴുകണ്ടെന്ന് കരുതി കേട്ടോ. അങ്ങനെ ആ മരം നിൽക്കുന്ന അവിടെയാണ് കേട്ടോ കുഴി. അങ്ങനെ ഇതാ നമ്മൾ അവിടെ എത്തിയിട്ടോ. അവിടെ എത്തിയിട്ട് ഇതാണ് കേട്ടോ കുഴി. അപ്പം
ഈ വെള്ളം ഒരിക്കലും വറ്റൂല എന്നാട്ടോ പറഞ്ഞത്. എത്രയോ വർഷം മുമ്പേ ഉള്ളത്, എത്രയോ കാലം പഴക്കമുള്ള ഒരു കുഴിയാണ് കേട്ടോ. ഇത് വെള്ളം വറ്റിയേ ഇല്ല എന്ന് കേട്ടോ. ഇവിടെ പണ്ടുള്ള ആൾക്കാരൊക്കെ ഇത് തന്നെയാണ് എല്ലാത്തിനും ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം നിന്നു വീഡിയോ എടുത്തപ്പോൾ ഈ വെള്ളത്തിൻ്റെ കളർ ഇപ്പം നോക്കണ്ട ഗൈസ്, അത് അവിടെ മേലെ പണി നടക്കുന്നതുകൊണ്ടുള്ള ഒരു ഇതൊക്കെയാണ് കേട്ടോ. അങ്ങനെ കേസ് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഓടി ഒരു വീട് എത്തിയിട്ട്, നമ്മുടെ വീടല്ല, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട് കേട്ടോ. കാരണം നല്ല മഴ പെയ്തു കേട്ടോ. നല്ല മഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൽക്കാണ്ട് നല്ല മഴ പെയ്തു കേട്ടോ. അപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് നമ്മളെ അടുത്ത് അകത്ത് കയറി ഇരിക്കാനൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ കയറിയില്ല കേട്ടോ. കാരണം നമ്മൾ ആ ചെളിയിൽ നിന്ന് വരുന്നതല്ലേ, മുഴുവനും ചെളി പിളി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടില്ലേ, നല്ല മഴയായിരുന്നു കേട്ടോ. നമ്മുടെ വീഡിയോയിൽ എത്രയൊക്കെ ക്ലിയർ കിട്ടിയിട്ടുള്ളൂ. അപ്പം ഇനി നമുക്ക് മഴയില്ലാത്തൊരു ദിവസം പോയിട്ട് കറക്റ്റായിട്ട് ആ വീഡിയോ എടുത്തിടാം കേട്ടോ. അപ്പം ആ വീഡിയോ വേണമെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ അതേപോലെ ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ പുൽപ്പള്ളിയിലത്തെ ഇരുളത്തത്തെ ഇതും കൂടി ഞാൻ കൊടുക്കും കേട്ടോ. അങ്ങനെ നമ്മൾ മഴയൊക്കെ മാറിയപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. വീട്ടിലെത്തി നൗഷുക്ക് ചെരുപ്പൊക്കെ ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞു നമ്മൾ രാത്രി ആയിട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിക്കുകയാണ്. അപ്പം ഇനി നമുക്ക് ഫുഡ് കഴിക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ. നമ്മുടെ പുൽപ്പള്ളിയിലത്തെ ആ വെള്ളച്ചാട്ടം എന്ന് പറയുന്നില്ല, ആ ഒരു വെള്ളം കൂടി നമുക്ക് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഗൈസ്, ഇത് നമ്മുടെ ഇരുളത്തുള്ള വീടാണ് കേട്ടോ. അപ്പം നമ്മളിതാ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മളൊരു കുടുംബക്കാരെ വീട്ടിലൊക്കെ ഒന്ന് കയറി കേട്ടോ. അപ്പം അവിടെയുള്ളൊരു ഇതാണ് കേട്ടോ ഇത്. അപ്പം അവിടെയുള്ള കുട്ടികളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവിടെ എൻ്റെ ഒരു സിസ്റ്റർ ഉണ്ട്, അവളെ കൂടെ ഒരു വീഡിയോ എടുത്ത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ കുറച്ച് നേരം ഇരുന്നു, അങ്ങനെ സംസാരിക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ പോകുന്നത് ഞാൻ പറഞ്ഞ സ്ഥലത്തോട്ടാണ് കേട്ടോ. അപ്പം അത് നിറച്ചും ഈ തേക്കുംകാടുകൾ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. കണ്ടില്ലേ, നിറച്ചും തേക്കുംകാടാണ് കേട്ടോ. അപ്പം ഇതിന് പറയുന്നത് തന്നെ അങ്ങനെയാണ്. അപ്പം തേക്കുംകാടുള്ള നമ്മുടെ കുഴൽക്കിണർ എന്നാണ് കേട്ടോ അധികം എല്ലാവരും പറയുക. ഇതൊരുപാട് വീഡിയോസിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് നമ്മൾ പോകുമ്പോൾ അവിടെ ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നമ്മളവിടെ നിന്നു. പിന്നെ അവരിതവിടെ സാറ്റൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ, ലച്ചും പാച്ചും. പിന്നെ ആൾക്കാരൊക്കെ പോയി. ഇതാണ് കേട്ടോ സംഭവം. ഇതിലും ഒരിക്കലും വെള്ളം പറ്റൂല കേട്ടോ. ഇതിൽ പിന്നെ ആൾക്കാർ കുളിക്കാൻ, അലക്കാൻ, അതുപോലെ വണ്ടികൾ കഴുകാൻ ഈ വെള്ളം ഇങ്ങനെ ഒലിച്ച് പോയിക്കൊണ്ടിരിക്കും കേട്ടോ. കണ്ടില്ലേ, ഇത് ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ളൊരു വീട്ടിലത്തെ കുഴൽക്കിണറാണ് കേട്ടോ. അവിടെ ഇങ്ങനെ വലയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് അവർ ഇങ്ങനെ എല്ലാവർക്കുമായിട്ടൊരു സേവനം പോലെ കൊടുത്തിരിക്കുകയാണ് കേട്ടോ. പിന്നെ ആ കുട്ടികൾ അവിടെ നിന്ന് കുറേ നേരം കളിച്ചിട്ടു. നല്ല വൃത്തിയുള്ള വെള്ളമാണ് കേട്ടോ. പിന്നെ നമ്മുടെ ക്യാമറ ക്ലാരിറ്റി കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് അത് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ഞാൻ തോൽപ്പെട്ടിയിൽ പറഞ്ഞത് ഒരു ദിവസം എന്തായാലും ക്ലിയറായിട്ട് ഞാൻ വീഡിയോ എടുത്ത് ഇതിൽ തന്നെ കാണിക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ അവരവിടെ നിന്ന് വരുന്നേ ഇല്ല കേട്ടോ. കൈ കഴുകലും മുഖം കഴുകലൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഉമ്മ അങ്ങനെ അവരോട് കയറുമെന്ന് പറയുന്നുണ്ട്. സമയം ഏകദേശം സന്ധ്യ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞു ഞങ്ങൾ കുട്ടികളൊക്കെ കയറ്റാനുള്ള പുറപ്പാടില്ല കേട്ടോ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊന്ന് വീഡിയോ എടുത്തു കേട്ടോ. ഉമ്മാൻ്റെ മുഖം അധികം വ്യക്തമായി കാണിക്കുന്നില്ല കേട്ടോ. ഉമ്മക്ക് അങ്ങനെ വീഡിയോയിൽ വരാൻ വലിയ താല്പര്യമില്ല. പിന്നെയും അവരിതാ അവിടെ കിടന്നിട്ട് ഓടിക്കളിക്കുകയാണ്. രണ്ടാളും ഓടിക്കളിക്കലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം അവർക്കും ഇതൊക്കെ ഒരു അത്ഭുതം പോലെയാണ് കേട്ടോ ഇതൊക്കെ കാണുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ടേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ 2 വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, ബൈ ബൈ.